കരൂർ ദുരന്തത്തിൽ റിമാൻഡിലായിരുന്ന പ്രതികൾ ജയിൽ മോചിതരായി. ടി.വി.കെ. കരൂർ ജില്ലാ സെക്രട്ടറി മതിയഴകനും പ്രാദേശിക നേതാവ് പൺരാജുമാണ് ജയിൽ മോചിതരായത്. ഇരുവർക്കും കോടതി ഇന്നലെ ജാമ്യം നൽകിയിരുന്നു. അഷ്കർ അലി വിവരങ്ങളുമായി. അഷ്കർ, ഇപ്പോൾ ടി.വി.കെ. നേതാക്കൾ ജയിൽ മോചിതരായിരിക്കുന്നു. ഇനി ടി.വി.കെയുടെ നിലപാട് എന്താണ് ഇപ്പോൾ പാർട്ടി തീരുമാനമായി അറിയാനാകുന്നത്? ഇത് രാഷ്ട്രീയമായി തന്നെ വിഷയത്തെ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുക എന്നുള്ള നിലപാടിലേക്കാണ് വിജയും ടി.വി.കെയും എത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ദുരന്ത ബാധിതരെ പൂർണ്ണമായി സംരക്ഷിച്ച് അത്തരമൊരു സന്ദേശം എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളൊരു നിർദ്ദേശം കൂടി ഇപ്പോൾ ടി.വി.കെ നടപ്പിലാക്കി വരികയും ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമാണ് ഇന്നലെ ടി.വി.കെയുടെ നേതാക്കൾ കരൂരിലേക്ക് എത്തുകയും അവർക്ക് വലിയ തോതിലുള്ള വാഗ്ദാനങ്ങളും അതിനോടൊപ്പം തന്നെ ഉറപ്പുകളും ഒക്കെ നൽകുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ ഈ കേസിൽ രണ്ട് പ്രതികളെ മാത്രമാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തത്. അതിൽ ഒന്ന് എന്ന് പറയുന്നത് കരൂർ വെസ്റ്റ് ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള മതിയഴകനും അതുപോലെ തന്നെ ടി.വി.കെയുടെ പ്രാദേശിക നേതാവായിട്ടുള്ള പൗൺരാജ് എന്നയാളുമാണ്. ഈ രണ്ടുപേർക്കും ഇന്നലെ വിചാരണ കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. ഈ ജാമ്യം അനുവദിച്ചതിന് പിന്നാലെയാണ് ഇന്ന് ഇരുവരും ട്രിച്ചിയിലെ ജയിലിൽ നിന്നും മോചിതരായിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിൽ പുസി ആനന്ദ് അടക്കം അതുപോലെ തന്നെ ടി.പി. നിർമ്മൽകുമാർ അടക്കമുള്ള മറ്റുള്ളവരുടെ അറസ്റ്റൊക്കെ ഉണ്ടാകുമെന്നുള്ള വലിയ വാർത്തകൾക്കിടെയാണ് നിലവിലുണ്ടായിരുന്ന പ്രതികളടക്കം ഇപ്പോൾ ജാമ്യം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇവർക്ക് ജാമ്യം എതിർത്തുകൊണ്ട് വലിയ വാദങ്ങൾ പ്രോസിക്യൂഷൻ ഉന്നയിച്ചിരുന്നു. പ്രത്യേകിച്ച് SIT അടക്കമുള്ളവർക്ക് ഇവരുടെ കസ്റ്റഡിയിൽ വേണം, തുടർച്ചയായി കസ്റ്റഡിയിൽ വേണമെന്ന ആവശ്യം ഉന്നയിച്ചത്. പക്ഷേ ടി.വി.കെ വലിയ തോതിൽ ഇതിനെ എതിർക്കുകയും പ്രത്യേകിച്ച് കേസ് CBIക്ക് തന്നെ കൈമാറിയ സാഹചര്യത്തിൽ നിലവിലുള്ള സംസ്ഥാന സർക്കാർ നിയോഗിച്ച് SITക്ക് ഇവരെ കസ്റ്റഡിയിലെടുക്കാൻ പോലും അവകാശമില്ല, ഇവരെ അറസ്റ്റില്ലെങ്കിൽ ചോദ്യം ചെയ്യാൻ ഒന്നും തന്നെ അവകാശമില്ല. ഈ സാഹചര്യത്തിൽ ജാമ്യം വേണമെന്നാണ് ആവശ്യപ്പെട്ടത്. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് 15 ദിവസങ്ങൾക്ക് ശേഷം ഇപ്പോൾ ടി.വി.കെയുടെ 2 നേതാക്കൾ കൂടി ജയിൽ മോചിതരാകുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അടുത്ത ദിവസങ്ങളിൽ തന്നെ വിജയ് കരൂരിലേക്ക് എത്താൻ പോവുകയാണ്. അതിന് മുന്നോടിയാണ് ഇപ്പോൾ ടി.വി.കെയുടെ കരൂരിലെ നേതാക്കൾ തന്നെ ജയിൽ മോചിതരാകുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. സ്മൃതി. ശരി, അഷ്കർ അലി കരുമിയാണ് വിവരങ്ങൾ നൽകിയത്.